ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ദ ഹോളിവുഡ് റിപ്പോർട്ടറിന് മമ്മൂട്ടി കൊടുത്ത ഇൻ്റർവ്യൂ അതിഗംഭീരമാകുന്നു, വൈറലാകുന്നു എന്നുള്ളതാണ്. പാട്രിയോട്ട് എന്ന ചിത്രത്തിന് വേണ്ടി അനുപമ ചോപ്ര മമ്മൂട്ടിയുമായി ആ ഒരു കോൺവെർസേഷൻ നടത്തിയപ്പോൾ ഒരു കാര്യം ഉറപ്പാക്കുകയാണ്. ഏറ്റവും ഗംഭീരമായിട്ടുള്ള അരമണിക്കൂറിന് മുകളിൽ ദൈർഘ്യമുള്ള ഒരു ഇൻ്റർവ്യൂ, മമ്മൂട്ടിയിൽ നിന്ന് ഉള്ള ആ ഒരു ഇൻ്റർവ്യൂ ഇന്ന് മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ആളുകൾ ഈ ഒരു ഇൻ്റർവ്യൂ കണ്ട എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള, കണ്ടിരിക്കാൻ തോന്നുന്ന, കണ്ണെടുക്കാതെ കണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ഇൻ്റർവ്യൂ ആയി മാറിയിരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇടയിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പാട്രിയോട്ട് എന്ന ചിത്രത്തിൽ മമ്മൂട്ടി മോഹൻലാലിനെ അവരെക്കുറിച്ചുള്ള സംവാദങ്ങൾ തന്നെയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ മമ്മൂട്ടിയുടെ അഭിനയത്തെയും കാര്യങ്ങളെയും ഒക്കെ കുറിച്ച്. അതുകൂടാതെ മറ്റൊരു ചോദ്യവും കൂടെ ഉണ്ടായി. അതായത് കമലഹാസനും അതേപോലെ രജനിയും ഒരുമിക്കുന്നു എന്നുള്ള വാർത്തയിൽ അവസാനം വരുമ്പോൾ യാർ ഹീറോ അല്ലെങ്കിൽ ഹൂ ഇസ് ദ ഹീറോ എന്ന് ചോദിക്കുമ്പോൾ അതേപോലെ ഓർമ്മമുണ്ടോ മമ്മൂട്ടിയും മോഹൻലാലിനും ഇടയിൽ എന്നുള്ള ചോദ്യം വരുന്നു. ഇവിടെ മമ്മൂട്ടിയുടെ ആ ഒരു കൗതുകം ഉണർത്തുന്ന മറുപടി എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്നു. വേറെ ഒന്നുമല്ല, ഇവിടെ ഞാനോ മോഹൻലാലോ അല്ല ഹീറോ, ഇതിനകത്തിൽ കണ്ടൻറ്റ് തന്നെയാണ്. എന്തുകൊണ്ട് മോഹൻലാൽ ഈ ഒരു സിനിമയിലേക്ക് വന്നു എന്നും മമ്മൂട്ടി പറയുന്നു. പ്രത്യേകിച്ച് മോഹൻലാലിന് അങ്ങനെ വരേണ്ട കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇതിലെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് മോഹൻലാൽ സ്വയം ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്. അതായത് ഈ ഒരു സിനിമ അതിഗംഭീരമായിരിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെ മമ്മൂട്ടി നൽകുകയാണ്. മമ്മൂട്ടി ഇൻ്റർവ്യൂകളിൽ ഒരു സിനിമ നല്ലതാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചക്കാരന് ഒരു തോന്നലുണ്ടാക്കിയാൽ അത് തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കാം. കളങ്കാവലും അല്ലെങ്കിൽ ഭ്രമയോഗവും എല്ലാം നമ്മളെ അങ്ങനെ തന്നെയാണ് മമ്മൂട്ടി എത്തിച്ച്, എന്തിന് ഭീഷ്മപർവവുമെല്ലാം. ഇവിടെ അനുപമയുടെ ചോദ്യങ്ങളിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കുന്നു. അതിനിടയിൽ മമ്മൂട്ടി മോഹൻലാൽ ഈഗോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പറയുന്നു. ഞങ്ങൾ രണ്ടുപേരും സ്റ്റാർഡം തലയിൽ കയറ്റി വെച്ചിട്ടുള്ള ആൾക്കാരല്ല. 50 വർഷമായിട്ട് ഒരുമിച്ച് നടക്കുമ്പോൾ സഹോദരന്മാരെയൊക്കെ പോലെ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ പരസ്പരം അങ്ങനെ തന്നെയാണ്. ഒരിക്കലും മോഹൻലാലോ താനോ അങ്ങനെയായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നതും. എന്താണെങ്കിലും എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു. പുറത്ത് ഫാൻ ഫൈറ്റ് ഗംഭീരമായി നടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇവർ അത്രയും അടുപ്പമുള്ള ഒരു താരവും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ല എന്നുള്ളതാണ്. 55ഓളം സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ച മമ്മൂട്ടിയും മോഹൻലാലും ഇന്നും ആ ഫ്രഷ്നെസ് നൽകുന്നത് ആ ഒരു സ്നേഹവും ഊഷ്മളതയും പരസ്പര ബഹുമാനവും ഒക്കെ കൊണ്ട് തന്നെയാണ്. പാട്രിയോട്ട് എന്ന സിനിമയെ ഏറെ പ്രതീക്ഷയോടെ തന്നെ പോകുമ്പോൾ മമ്മൂട്ടി അതിനിടയിൽ മറ്റൊരു വെടികൂട് പൊട്ടിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു വാമ്പയർ സിനിമയുടെ അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു വാമ്പയർ ആവുന്ന കാര്യങ്ങളെ കുറിച്ചുള്ളത് ഒരു സർപ്രൈസ് എന്നുള്ള ലെവലിൽ. അതെ, നമ്മൾ കേട്ട കാര്യങ്ങൾ ശരിയാണ്, മമ്മൂട്ടി വാമ്പയറായിട്ടൊരു സിനിമ വരുന്നു എന്നുള്ളത് അത് ഉറപ്പ് നൽകുന്ന ലെവലിലുള്ള മമ്മൂട്ടിയുടെ ആ ഒരു ഇൻ്റർവ്യൂവിലുള്ള ആ വീണ് കിട്ടിയ വാക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് അതൊരു ഉത്സവമേളം തന്നെയാണ്. അതുകൂടാതെ കളങ്കാവൽ തുടങ്ങിയുള്ള ചിത്രങ്ങളെക്കുറിച്ചും ചോദിക്കുമ്പോൾ അതെല്ലാം എങ്ങനെയാണ് അഭിനയം, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അഭിനയത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അതെല്ലാം കൗതുകമുളവാക്കുന്ന ലെവലിൽ തന്നെ മമ്മൂട്ടിയുടെ മറുപടികൾ. ഇത്ര നല്ല രസകരമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അടുത്തൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ഇന്ത്യയിലുള്ള മികച്ച നടന്മാരുടെയും ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, മമ്മൂട്ടിയോളം ലാളിത്യത്തോടെ രസകരമായിട്ട് ഭംഗിയോടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇന്നും മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ നമുക്ക് വിരളമെന്ന് പറയാം. മലയാളത്തിൽ ആരും തന്നെ ഇല്ല എന്നും പറയാം. പലപ്പോഴും അല്ലെങ്കിൽ എൻപുരാന് വേണ്ടി ഇതേപോലെ തന്നെ നടത്തിയിരുന്നു. അന്ന് പൃഥ്വിരാജും മോഹൻലാലും ഒരുമിച്ചിരുന്ന് ചെയ്തിരുന്നു. പക്ഷേ അതിലുമൊക്കെ എത്രയോ വ്യത്യസ്തത പുലർത്തുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കാര്യവും ചോദിക്കുന്നുണ്ട്, 400-ന് മുകളിലുള്ള സിനിമകളിൽ അഭിനയിക്കുമ്പോൾ അതുപോലെ ഒരു വർഷം 35-38 സിനിമകൾ അഭിനയിച്ചതുമൊക്കെ എങ്ങനെ ക്യാരക്ടേഴ്സ് ഓർത്തിരിക്കുന്നു എന്നുള്ളത്. ഒരു കാര്യം മമ്മൂട്ടി പറയുന്നുണ്ട്, അതെല്ലാം കൃത്യമായിട്ട് ഏത് ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 4-5 ഷൂട്ടുള്ളപ്പോഴും മനസ്സിലാക്കുന്ന കാര്യവുമെല്ലാം അദ്ദേഹത്തിന് കൃത്യം ബോധ്യമുണ്ട് എന്നുള്ളത്. ഒരു കാര്യം ഉറപ്പാക്കാം, ഈ പാട്രിയോട്ട് എന്ന ചിത്രം ഒരു വമ്പൻ ഹിറ്റാകുമെന്നുള്ളത്. ഇതുപോലെ ഒരു സംഭവം നടക്കരുത് എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. സിനിമയിലൂടെ നടക്കട്ടെ, പക്ഷേ ലോകത്തൊരിക്കലും അത് നടക്കരുത്. അത് തന്നെ മമ്മൂട്ടിയുടെ വാക്കുകളിലും മുഖത്തിലും സ്പഷ്ടമാകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അതൊരു സൂപ്പർ മെഗാ ഹിറ്റ്. ആദ്യ മമ്മൂട്ടിയുടെ 100 കോടിയായിരിക്കാം. പലരും പറയുന്ന പോലെ 100 കോടി ഇല്ല എന്ന് പറഞ്ഞ മമ്മൂട്ടിക്ക് ഒരു 100 കോടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തുടരെ 100 കോടിയിലായിരിക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നും വേണ്ട. എന്തായാലും മികച്ച 2 നടന്മാർ ഒരുമിക്കുന്നു, മമ്മൂട്ടിയും മോഹൻലാലും, അതിനൊപ്പം മികച്ച മനുഷ്യരും. മമ്മൂട്ടിയോ മോഹൻലാലോ ഇല്ലെങ്കിൽ മലയാള സിനിമയില്ല. വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.